എന്തെങ്കിലും പറയണോ ഗൈസ്? ഞങ്ങൾ ഫസ്റ്റ് പൊങ്കാലയാണ് ഗൈസ് ഇന്ന്. ഇന്ന് നമ്മൾ ഫസ്റ്റ് ടൈം പൊങ്കാലിടാൻ പോലെ പ്രതീക്ഷിക്കാത്തൊരു പൊങ്കാല ഇപ്പൊ ഇത് വന്നു. ഞങ്ങളോട് നിൽക്കാൻ നമ്മൾ നിന്നു ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് കത്തിക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് ഞങ്ങള് കൊച്ചച്ഛന്റെ സഹായമൊക്കെ പേരിന് നമ്മളും അതെ ഉണ്ടാക്കുന്നത്. അച്ഛമ്മയ്ക്ക് റോളില്ല. കൊച്ചച്ഛനും അച്ഛമ്മയും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതെ അതെ. നമ്മള് അങ്ങനെ പൊങ്കാലിടാണ്. പക്ഷെ എക്സൈറ്റ്മെന്റ് ഉണ്ട്, ചെറിയൊരു പേടിയുണ്ട്. പക്ഷെ അരിയോ എന്നൊക്കെ ഉള്ള ടെൻഷൻ. ആദ്യമായിട്ട് അതിന്റെ കൈയൊക്കെ വിറങ്ങി. ആദ്യമായിട്ടുണ്ട്. ഒരു അറിവോ ഒരു അന്തും ഇല്ല. നമ്മളപ്പുറത്ത് രണ്ട് പൊട്ടത്തിമാരും പൊങ്കാലിടാൻ പോവാണ് സുഹൃത്തുക്കളെ. നമ്മളെ കുടം കാണിച്ചു കൊടുക്കും. ഈ കാര്യത്തിൽ മാത്രമേ ഞാൻ പൊട്ടത്തി അത് സംഭവിക്കാം. നമ്മളെ കുടം കാണിച്ചു കൊടുക്കും. നമ്മളെ കുടം നമുക്ക് അച്ഛനെയും ബാലകൃഷ്ണനെ സഹായിക്കാൻ നിൽക്കുന്നുണ്ട്. നമ്മൾ രണ്ടാളും ഒരുമിച്ചിട്ടാണ്, എല്ലാവരും സിംഗിളായിട്ടാണ്. ഞങ്ങൾ ശരീരം വേറെ ആണെങ്കിലും മനസ്സൊന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച്. നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ. നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ. A few moments later. ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ദേവീന്റെ പിറന്നാൾ സദ്യ കഴിക്കാൻ. അതെ, ഇനി നമ്മള് ഫുഡൊക്കെ കഴിച്ചു. ബാക്കിൽ കണ്ടോ, ബാക്കിലൊരു നീണ്ട നിരയാണ് ഗൈസ്. നമ്മൾ പൊങ്കാലിട്ട പായസം കഴിച്ചു ഗൈസ്. അടിപൊളി. എനിക്ക് അങ്ങനെയൊന്നും കഴിച്ചില്ല കേട്ടോ. ഒരു സ്പൂൺ കഴിച്ചുള്ളൂ. മീന് തീർത്തു. പല്ലവി കഴിച്ചോ പൊങ്കാല? ഞങ്ങൾ ഉണ്ടാക്കിയ ഞാൻ കഴിച്ചു. അമ്മച്ചനക്ക് തന്നത് അത് ശരിയാണ്. അല്ലല്ല, അത് അമ്മേന്റെയാ. അത് അമ്മേന്റെയാ. ചുട്ടുകൂട്ടി കഴിച്ചില്ല. ഞങ്ങൾ കഴിച്ചില്ല. ഞാൻ കഴിച്ചു. അമ്മ ഇവിടെ നോക്കൂ. അച്ഛൻ ആത്മഹത്യ ചെയ്യുമ്പോ എന്തെങ്കിലും അവസാന വിഷയമുണ്ടോ? അച്ഛനല്ല, അമ്മ തോക്കിക്കൊല്ലാൻ പോകും. തലയില് വീണത് രക്ഷയായി. നിന്നോടുക്കാൻ അച്ഛനെയോ ഭാര്യമാരെന്ത് ചെയ്താലും തല പിടിച്ച് അങ്ങനെയല്ലേ. നിങ്ങൾ കല്യാണം കഴിക്കല്ലോ അല്ലേ? അല്ല, ഞാൻ പറയും എന്റെ എന്റെ കൊച്ചച്ഛനും കൊച്ചമ്മയും അങ്ങനെയായിരുന്നു. കൊച്ചമ്മ നാണപ്പിന്റെ കവറിലിട്ടേ. ജീവിതത്തിൽ ഞാനൊരു സാധാരണ മനുഷ്യനാണ്, അഭിനയിക്കാൻ അറിയില്ല.
ആനപ്പിണ്ടി കവറിലിട്ട് വെച്ചത് guys. അവിടെ കുറെ കടയ്ക്ക് വീട്ടിൽ കൊണ്ടുപോയി അതെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഇടുമ്പോ തന്നെ കവറിലാക്കി മീനിന്റെ കാര്യമാണ് അമ്പലല്ലേ വൃത്തികളാക്കി മീനും ആന ഒരേ മാതിരിയാണ് അയ്യോ കൊടുക്കട്ടെ കൊടുങ്കാറ്റാ എന്ത് മുന്നെയാണ് ഇതിന് സർക്കാസ്റ്റിക് എന്തൊന്നും കൂടി അറിയില്ലല്ലോ പഠിപ്പിച്ചറിഞ്ഞല്ലോ സർക്കാസ്റ്റിക് നെവർ ആ അത് ശരിയാ അവിടെ പോയി നോട്ടോ നമ്മൾ ഫുഡിനെ ക്യൂ ആണ് ക്യൂ നിൽക്കണം ക്യൂ നിൽക്കാൻ പറ്റില്ല തന്നെയാ പിന്നെ എന്തിനും നമ്മൾ പൈസ ഫുഡ് കഴിക്കും ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്നൊന്നര ക്യൂ ആണ് ഗൈസ്